വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും വിച്ചും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് പോവുകയാണ്. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നമ്മുടെ എൻഗേജ്മെന്റ് ആണ് വരുന്നത് മെയ് 18-ന്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിങ് എടുക്കണം. പിന്നെ നമ്മൾ കുറേ ആയി പുറത്തേക്ക് പോയിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു വിച്ചു ഒക്ടോബറിലാണ് പോളണ്ടിലേക്ക് പോയത്. ഇപ്പൊ മെയില് 10-ാം തീയതി വന്നു. 11-ാം തീയതി ചേച്ചിയുടെ കല്യാണം, 12-ാം തീയതി നമുക്ക് ചേച്ചിനെ കൊണ്ടാക്കുന്ന ചടങ്ങായിരുന്നു. ഇന്ന് 13-ാം തീയതിയാണ്. അപ്പൊ നമ്മളങ്ങനെ ഇതുവരെയായിട്ട് രണ്ടുപേരും കൂടിയിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മള് എൻഗേജ്മെന്റിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പൊ അത് മേടിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ റിങ് മേടിക്കണം. പിന്നെ നമ്മൾ ചോദിച്ചു കുറച്ചൊന്ന് തൃശ്ശൂരൊക്കെ പോയി ഷോബയിലൊക്കെ ഒന്ന് പോയി കറങ്ങി നടന്നിട്ട് വരാന്ന്. അപ്പൊ അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു സ്വെറ്റ് ഷർട്ടാണ് എടുത്തിരിക്കുന്നത്, മെറൂൺ കളറ്, വൈറ്റ് ഓഫ് വൈറ്റ് പാൻറ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഭയങ്കര ചൂടിട്ട് വേർത്ത് തുടങ്ങി. ഇപ്പം തന്നെ ഈ മൈലാഞ്ചൊക്കെ ഉണ്ടോ? മൈലാഞ്ചി ഇട്ടിട്ട് പോയിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല എൻഗേജ്മെന്റിന് ഇത് പോവോ ഇല്ലയോ എന്നൊന്നും. ആദ്യം ഞാൻ വിചാരിച്ചത് കല്യാണത്തിന് മൈലാഞ്ചി ഇടണ്ടെന്നാണ്. കാരണം ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ എൻഗേജ്മെന്റ് ആണ്. പിന്നെ ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ കല്യാണമല്ലേ, ഞാനാണെങ്കിൽ എല്ലാ കല്യാണത്തിനും നല്ലോണം മൈലാഞ്ചിട്ടിട്ട് പോണ ആളാ. അപ്പൊ സ്വന്തം ചേച്ചിയുടെ കല്യാണത്തിന് മൈലാഞ്ചിട്ടില്ലെങ്കിൽ എന്താ? അപ്പൊ ഞാൻ നിറച്ചിട്ട് കയ്യില്. പക്ഷെ ഇത് പോണില്ല കേട്ടോ. അത് പെട്ടത്. ഇനിയിപ്പൊ പോയില്ലെങ്കിൽ ഇതിന്റെ മേലെ തന്നെ ഇടും, അല്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാന് നമ്മൾ തൃശ്ശൂർക്ക് പോണത് എൻ്റെ സ്കൂട്ടിയിലാണ് കേട്ടോ. വിച്ചുൻ്റെ സ്കൂട്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. സോ എൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് നമ്മൾ തൃശ്ശൂർ പോണത്. ഞാൻ ബാക്കിൽ ഇരിക്കുന്ന കാരണം എനിക്ക് ഈസി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റി കേട്ടോ. നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു സൺഗ്ലാസ് വെച്ചിട്ട് ടൈറ്റായിട്ട് എൻ്റെ നെറ്റിയും ഒരു പാട് വന്നിട്ടുണ്ട്. സാധാരണ അങ്ങനെ വരാറില്ല, എന്താണോ പതിവില്ലാണ്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ഉപ്പ് സോഡയാണ് കേട്ടോ കുടിച്ചത്. വിച്ചു ആണെങ്കിൽ സർബത്തായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അവന് ഉപ്പ് സോഡ ഇഷ്ടമല്ല, എനിക്കാണെങ്കിൽ സർബത്തും ഇഷ്ടമല്ല. അങ്ങനെ അത് കുടിച്ചു നമ്മൾ. അതിനുശേഷം ഞാൻ എന്താ പറയുക, ചട്ടിപ്പത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ പറഞ്ഞത്, എനിക്ക് മാത്രം കഴിക്കാനായിട്ട്. അവൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടിപ്പത്തിരി എനിക്ക് മാത്രമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ ആൾക്ക് ഇഷ്ടമായി. അപ്പോൾ 2 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്ടിപ്പത്തിരി. അങ്ങനെ ചട്ടിപ്പത്തിരിയും കഴിച്ച് നേരെ നമ്മൾ ജ്വല്ലറി ഷോപ്പിലേക്ക് പോയി. ഗോൾഡ് നമ്മൾ ഓൾറെഡി പണിയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ അതാ നമ്മുടെ ഗോൾഡ് കിട്ടി, 2 പേരുടെയും ഗോൾഡ് കിട്ടി. നമ്മൾ അപ്പം തന്നെ ഇട്ട് നോക്കിയിട്ടോ, കാരണം അവർ ഒന്ന് ഇട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഇനി ടൈറ്റ് ആണെങ്കിൽ ആ ഒരു ടൈം ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം തന്നെ ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ഫിറ്റാണ് കേട്ടോ 2 പേർക്കും. പിന്നെ ഈ മാല വന്നിട്ടുണ്ടെങ്കിൽ വിച്ചുവിൻ്റെ വീട്ടുകാരെ എനിക്ക് എൻഗേജ്മെൻറ്റിന് ഇട്ട് തരാൻ വേണ്ടിയിട്ട് മേടിച്ച് മാലയാണ് കേട്ടോ. ഇത് സെലക്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. ഞാൻ വന്നിട്ടാണ്, ഞാനും അമ്മയും അച്ഛനും, അതായത് വിച്ചുവിൻ്റെ അമ്മയും അച്ഛനും കൂടി പോയിട്ട് എടുത്ത മാലയാണ് കേട്ടോ. അതൊരു നെക്ലേസ്. അങ്ങനെ നമ്മൾ മോതിരമൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ ജസ്റ്റ് വെറുതെ കുറച്ചധികം ടൈം ഉണ്ടായിരുന്നു അതൊന്ന് ബില്ലടിച്ച് കിട്ടാനായിട്ട്. ആ നേരം കൊണ്ട് നമ്മൾ മാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടോ. അതിൻ്റെ വീഡിയോ ക്ലിപ്പൊന്നും എടുത്തില്ല. ആ മാലയൊക്കെ ഇട്ട് നോക്കി നമ്മൾ പിന്നെ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു കേട്ടോ 2 പേരും. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ശോഭയിലേക്കാണ് കേട്ടോ നേരെ പോയത്. ശോഭ എത്താനായിട്ട് മുന്നേ ആയിട്ട് ഒരു ടീ ഷോപ്പോ ടീ സോണോ അങ്ങനെ എന്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി നമ്മൾ പുഴയ്ക്കൽ ഭാഗത്തായിട്ട് കേട്ടോ. അവിടെ കയറിയിട്ട് നമ്മൾ എന്തായിരുന്നു, ഡ്രാഗൺ ചിക്കൻ റോളും പിന്നെ ബ്രെഡിലുള്ള ചിക്കൻ റോളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോപ്പറായിട്ട് നമുക്കൊരു ലഞ്ച് കഴിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം 12:50 നമുക്ക് ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചത് വേറെ ഒന്നുമല്ല, ഡ്രാഗൺ ചിക്കൻ വിച്ചുവിന് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു വലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഓർഡർ ചെയ്തത് ഞാനായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കോംപ്രമൈസ് ഇല്ല. ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എനിക്ക് കിട്ടണം, അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ വിച്ചു ആദ്യം ഒരെണ്ണം പിടിച്ചിട്ടുണ്ടെങ്കിൽ വിച്ചു അത് കഴിച്ചിട്ട് എനിക്ക് തരുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ വിച്ചു ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എനിക്കത് തന്നു. പിന്നെ ഞാനതിരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ മൊഹബത്ത് കാ സർബത്തോ അങ്ങനെ എന്തോ ഒരു സർബത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ കുറേ പേരുടെ നോമ്പ് തുറക്കലിന് ഇത് ഈ ഒരു സർബത്ത് കണ്ടിട്ട് അങ്ങനെ കേട്ടിട്ട് മേടിച്ചതാണ്. ഞാൻ കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈമാണ് കുടിച്ച് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. റോസ് മിൽക്കിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വിച്ചുവിന് കൊടുത്തപ്പോൾ വിച്ചുവിന് ഇഷ്ടമായില്ല. അങ്ങനെ നമ്മൾ കുഴപ്പമില്ലാണ്ട് കുടിച്ച് അവിടെ വെച്ചു, കാരണം നമ്മൾ അങ്ങനെ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ശോഭ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. കുറേ ആയിട്ടും ഞാൻ ശോഭ സിറ്റിയിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 month ഒക്കെ ആയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം നീതി ചേച്ചിയുടെ ഒപ്പാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വിച്ചുവിൻ്റെ കൂടെ കുറേ ആയിട്ടോ ഞാൻ വന്നിട്ട്. ഞങ്ങൾക്ക് 2 പേർക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസാണ് ശോഭ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഞങ്ങൾ കമ്മിറ്റഡ് ആയതിനു ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് ശോഭയിൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ശോഭയിൽ ഒരു 20 rupees കൊടുത്ത് പാർക്കൊക്കെ ചെയ്ത് വണ്ടി നമ്മൾ നേരെ നടന്നത് എവിടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. കാരണം 12:50 ഷോ. നമ്മളൊരു 12:30 കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. മീട്ടും വിരലുകളിന്നും ഞാനാണ്, കാതാകെ കേൾക്കും പാട്ടിൽ നീയാണ്, മൂളും ചുണ്ടുകളിന്നും
ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പോപ്കോൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റെഗുലർ പോപ്കോൺ കേട്ടോ, അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ അത്. പിന്നെ ഞാനൊരു ബോട്ടിൽ വാട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ വാട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോപ്കോൺ ഞാൻ മൂവി സ്റ്റാർട്ട് ചെയ്യണ മുൻപായിട്ട് തന്നെ പുറത്തിരുന്നിട്ട് തന്നെ കുറേയൊക്കെ കഴിച്ചു കേട്ടോ. നമ്മൾ ഏത് മൂവിയാണ് കാണാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ മൂവിയാണ് കേട്ടോ, ദിലീപിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് കേട്ടോ ദിലീപ്. എന്താ പറയുക, എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. ഇപ്പോൾ കുറേ ഇഷ്യൂസ് അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് ആളെ പറ്റിയിട്ട്, പക്ഷേ ആസ് എ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് കേട്ടോ ദിലീപ്. ചെറുപ്പം തൊട്ടേ ആളുടെ കുറേ കോമഡി ഫിലിംസ് കണ്ടിട്ടാണോ എന്നറിയില്ല, ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ. എന്തായാലും നമ്മളിതാ സീറ്റിലൊക്കെ ഇരുന്നു. നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് പ്രീമിയം സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 2 times ആയിട്ട് ഷോപ്പിൽ വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു സീറ്റാണ് കേട്ടോ ബുക്ക് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, നല്ല സുഖമാണ് കേട്ടോ, കിടന്ന് ഇങ്ങനെ സിനിമ കാണാം. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഒരു സീറ്റ്. അപ്പോൾ ഇതാ നമ്മൾ സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഇൻട്രോ ഉണ്ട് മക്കളെ, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആളുടെ കുറേ നല്ല ഫിലിമിലെ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രോ ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു BGM ഉണ്ട്, അതും കിഡിലും BGM ആണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആളുടെ എന്താ പറയുക 150ാമത്തെ സിനിമയാണ് ദ പ്രിൻസ് ആൻഡ് ഫാമിലി കേട്ടോ. അപ്പോൾ 150ാമത്തെ സിനിമയാണ്, അതിൻ്റെ ഒരു ഇൻട്രോയും കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഫിലിം ആയാലും നല്ല അടിപൊളി ഫിലിമാണ് കേട്ടോ. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും എല്ലാം നല്ലതായിരുന്നു കേട്ടോ. കോമഡി പടമാണ്, പിന്നെ നല്ല സ്റ്റോറി, അത്യാവശ്യം നല്ല സ്റ്റോറിയൊക്കെ ഉള്ളൊരു മൂവിയാണ്. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ, അതായത് യൂട്യൂബ് വ്ളോഗേഴ്സിൻ്റെ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ വിച്ചു ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്റ്റോറി കേട്ടോ. ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല, കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടോളൂ. നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മൂവിയൊക്കെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാവരും എണീറ്റ് പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റാണ് കേട്ടോ എണീറ്റത്, കാരണം നമ്മൾ ലാസ്റ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ലാസ്റ്റ് എണീറ്റാൽ മതിയെന്ന്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല മൂവിയാണ്. വിച്ചു പിന്നെ ഫോണിൽ കുറച്ച് ബിസി ആയിരുന്നു, കാരണം വിച്ചു വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നിട്ട്. അപ്പോൾ വിച്ചുവിൻ്റെ പോളണ്ടിലെ ടൈമും ഇവിടുത്തെ ടൈമും വെച്ച് നോക്കുമ്പോൾ ഈ ടൈമൊക്കെ വിച്ചു വർക്ക് ചെയ്യുന്ന ടൈമാണ്. സോ വിച്ചു കോളിൽ കുറച്ച് ബിസി ആയിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. നമ്മൾ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് നേരത്തെ കഴിച്ച ഫുഡ് തന്നെയുള്ളൂ, പോപ്കോൺ കഴിച്ചു. സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ 2-3 ഡ്രസ്സ് എടുത്തു കേട്ടോ. ഒരു കോട്ട് സെറ്റ്, പിന്നെ ഒരു ഷർട്ട്, പിന്നെ ഒരു ഇന്നർ വെയർ പോലത്തെ സംഭവം എടുത്തു. വിച്ചു പോളണ്ടിൽ പോകാനായിട്ട് മുൻപായിട്ടും അതുപോലെ തന്നെ പോളണ്ടിൽ നിന്ന് വന്നിട്ടായാലും നമ്മൾ ഇതുപോലെ ഷോപ്പിങ്ങിന് പോകാറുണ്ട് കേട്ടോ. കൂടുതലും നമ്മൾ ചൂസ് ചെയ്യണത് സ്റ്റുഡിയോ ആയിരിക്കും, കാരണം നമുക്ക് ഒരുവിധം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ കൂടുതലും ഷോപ്പിംഗ് ചെയ്യുക സ്റ്റുഡിയോ എന്നാണ് കേട്ടോ. അപ്പോൾ വിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡ്രസ്സ് എനിക്ക് വിച്ചു എടുത്ത് തരാറുണ്ട്, അതുപോലെ തന്നെ വിച്ചുവിനും കുറച്ച് ഡ്രസ്സ് ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ചുവിനുള്ള ഡ്രസ്സ് ഫുൾ ഓൺലൈനിലാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ഇപ്പോൾ വിച്ചു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അടക്കം ഞാൻ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. കാരണം വിച്ചു വരുമ്പോഴേക്കും ഡ്രസ്സ് കുറച്ച് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു 2-3-4 ഷർട്ടും ടീഷർട്ടും ഒക്കെ മേടിച്ച് കൊടുത്തത്. സ്റ്റുഡിയോ എന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു, 2-3 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, സംസാരിച്ച് പരിചയപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനിതാ ഈ ഒരു ഗിൽട്ടർ ആയിട്ടുള്ള ഈ ഒരു കേസ് ഇല്ലേ, അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷോപ്പേന്നാണ് കേട്ടോ കൂടുതലും ഫോണിൻ്റെ കേസ് നോക്കാറുള്ളത്, കാരണം അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കേസ് ഉണ്ടാവും, പക്ഷെ കുറച്ച് എക്സ്പെൻസീവാണ്. ഞാൻ മേടിച്ച കേസിന് എനിക്ക് തോന്നുന്നു 1000 rupees ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഡേ എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു ദിവസം മൊത്തം ഞാൻ സ്നാക്സാണ് കേട്ടോ കഴിച്ചത്. ഉച്ചയ്ക്കും രാവിലെയൊക്കെ ആയിട്ട് ഞാൻ മോമോസാണ് കേട്ടോ കഴിക്കുന്നത്. വിച്ചുവാണെങ്കിൽ കുറച്ച് കോളിലൊക്കെ ആയിരുന്നു കേട്ടോ, ബിസി ആയിരുന്നു. അങ്ങനെ മോമോസൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.